കാർമേഘമാകുന്ന ദൃഷ്ടാന്തത്തിൽ ഒരു ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഴ്തികാഫിരുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അബൂ സഈദിനിൽ ഖുദരി പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ ആദ്യ 10 ഇഴ്തികാഫിരുന്നു. സഹാബത്തും തിരുദൂതരോടൊപ്പം ഇഴ്തികാഫിരുന്നു. അന്ന് ജിബ്രീൽ വന്ന് തിരുദൂതരോട് പറഞ്ഞു, ഇന്നല്ലദീ തത്ലുബു അമാമക്, താങ്കൾ അന്വേഷിക്കുന്ന ലൈലത്തുൽ ഖദർ അത് ആദ്യത്തെ 10 പിന്നീടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഴ്തകഫൽ അശ്റൽ ഔസത്ത്, നടുക്കത്തെ 10 ഇഴ്തികാഫിരുന്നു. സഹാബത്തും അങ്ങനെ ഇരുന്നു. അപ്പോഴും ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, ഇന്നല്ലദീ തത്ലുബു അമാമക്, താങ്കൾ അന്വേഷിക്കുന്ന ലൈലത്തുൽ ഖദർ അത് താങ്കൾക്ക് മുന്നിലാണ് എന്ന് പറഞ്ഞാൽ നടുവിലെ 10 ഒടുവിലെ 10 എന്ന അർത്ഥത്തിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ 20-ാം ദിന പ്രഭാതത്തിൽ ആളുകളോട് പ്രസംഗിക്കുകയും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് അവസാനത്തിലെ 10 അറിയിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഫമൻ അഹബ്ബ മിൻകും അൻ യഅ്തകിഫ ഫല്യഅ്തകിഫ്, ഇഴ്തികാഫ് ഉദ്ദേശിക്കുന്നവർ ഈ അവസാനത്തെ 10 ഇഴ്തികാഫിരിക്കട്ടെ. അങ്ങനെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഇഴ്തികാഫിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, വ ഇന്നി ഉരീതുഹാ ലൈലത വിത്രിൻ വ അന്നി അസ്ജുദു സബീഹതഹാ ഫീ തീനിൻ വ മാഇൻ എന്ന്. ഒറ്റ രാവിലാണ് ലൈലത്തുൽ ഖദർ എന്നെനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു. ആ ഖദറിൻ്റെ രാവിൻ്റെ പുലർച്ചയിൽ ചളിയിലും വെള്ളത്തിലുമായി ഞാൻ സുജൂദ് ചെയ്യും എന്നും കാണിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് തിരുനബി അറിയിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സഈദിനിൽ ഖുദരി പറയുകയാണ്, അങ്ങനെ 20-ൻ്റെ അന്ന് തിരുദൂതരുടെ ഈ സംസാരം കേട്ട് ഞങ്ങൾ മടങ്ങി. വമാ നറാ ഫിസ് സമാഇ ഖസഅതൻ, അപ്പോൾ ആകാശത്തിൽ ഞങ്ങൾ ഒരു മേഘക്കീറും കാണുകയുണ്ടായില്ല. ഫജാഅത് സഹാബത്തുൻ ഫീ തിൽക്കൽ ലൈല ലൈലത്തെ 21, 21-ാം രാവിൽ ഒരു കാർമേഘം വന്നു. ഫമതറത്ത്, അങ്ങനെ ആ കാർമേഘം മഴയായി പെയ്തു. ഹത്ത സാല സഖ്ഫുൽ മസ്ജിദ്, പള്ളിയുടെ മസ്ജിദിൻ്റെ മേൽക്കൂര മഴവെള്ളം കൊണ്ട് ഒലിച്ചു. അങ്ങനെ നിസ്കാരത്തിന് ഫൗഖീമത്തി സലാ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടു. ഫസല്ല ബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്ജുദു ഫിൽ മാഇ വത്തീൻ, ഞങ്ങളെയും കൊണ്ട് തിരുദൂതർ നിസ്കരിക്കുകയുണ്ടായി, അവിടുന്ന് ചളിയിലും വെള്ളത്തിലും സുജൂദ് ചെയ്യുകയുമുണ്ടായി എന്നാണ്. ഫനബർതു ഇലൈഹി വഖദ് ഇൻസറഫ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ഞാൻ തിരുനബിയെ നോക്കി. വജബീനുഹു മുംതലിഉൻ തീനൻ വമാഅൻ, അപ്പോൾ തിരുദൂതരുടെ തിരുനെറ്റി വെള്ളവും മണ്ണും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. തസ്ദീഖൻ ലി റുയാഹു, തിരുനബി കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം എന്ന നിലക്ക്. ഈ ഒരു സംഭവം സഹോദരന്മാരെ ഞാനിവിടെ ഉദ്ധരിച്ചത് കാർമേഘം ദൃഷ്ടാന്തമാണ്. കാർമേഘം കൊണ്ടെത്തിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ നമ്മൾ അറിയുന്നതിന് വേണ്ടിയാണ്. അത് മഴ കൊണ്ടുവരുന്നു. അപ്രകാരം ഖദറിൻ്റെ രാവിനെ അറിയിക്കുന്ന അടയാളങ്ങളിൽ ഒന്നാണ് കാർമേഘവും അത് കൊണ്ടെത്തിക്കുന്ന മഴയും. ഈ ഒരു വിഷയം വായിക്കുവാനാണ്.